എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 റീവാലുവേഷൻ 2024 പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കൂടുമോ എന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ചോദിക്കുന്ന സംശയം. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 4. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നതിനുമായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയങ്ങളാണ്. +1 റീവാലുവേഷനിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കൂടുമോ? വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് തരാം. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 4. ഓർത്തിരിക്കുക, ലാസ്റ്റ് ഡേറ്റ് ജൂൺ 4. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ഞാനൊരു വൈറ്റ് സ്ക്രീനിൽ എഴുതി തന്നെ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കാണിച്ചു തരാം. അതായത് 80 മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി എത്രയാണ് 60 മാർക്കാണ് പ്രതീക്ഷിച്ചത്. കാരണം ആ വിദ്യാർത്ഥി എഴുതിയത് വെച്ച് 60 മാർക്ക് ആ വിദ്യാർത്ഥിക്ക് കിട്ടണം. പക്ഷെ റിസൾട്ട് വന്നപ്പം എന്താണ്, 60 മാർക്ക് പ്രതീക്ഷിച്ചു എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആഫ്റ്റർ റിസൾട്ട് എത്ര മാർക്കായി പോയി കാണും? ഒരു മാക്സിമം ഒരു 50 അല്ലെങ്കിൽ 45 ആയിപ്പോയി. അപ്പോൾ ആ വിദ്യാർത്ഥി നോക്കുമ്പോൾ വളരെ വലിയ ഡിഫറൻ്റാണ് വന്നിരിക്കുന്നത്. കാരണം 60 മാർക്ക് പ്രതീക്ഷിച്ചൊരു വിദ്യാർത്ഥി 50 മാർക്ക് കിട്ടിപ്പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ 45 മാർക്ക് കിട്ടി. അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് മനസ്സിലാകുകയാണ്, ഞാൻ എഴുതിയത് വെച്ച് എന്ത് ചെയ്യണം, എനിക്ക് അത്രയും പോരാ, എനിക്ക് കുറച്ചും കൂടെ മാർക്ക് കിട്ടാനുണ്ട്. പ്രിയ വിദ്യാർത്ഥിനി തീർച്ചയായും എന്ത് ചെയ്തോളുക, റീവാലുവേഷൻ ചെയ്തോളുക. കാരണം 8 മാർക്ക് കൂടിയാൽ മതി. 8 മാർക്ക് കൂടിയാൽ 500 എന്താണ്, നിങ്ങളുടെ റീവാലുവേഷൻ ഫീസ് 500 ആണ്. അതെന്ത് ചെയ്യും, റീഫണ്ട് കിട്ടും. ഈ 8 മാർക്ക് മാത്രം നിങ്ങൾക്ക് കൂടിയാൽ മതി, 500 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റീഫണ്ട് കിട്ടും. അപ്പോൾ ഞാൻ ഒരു വിദ്യാർത്ഥിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ എടുത്തപ്പം എന്താണ് 60 മാർക്ക് പ്രതീക്ഷിച്ചൊരു വിദ്യാർത്ഥിക്ക് 50 or 45 ആകുമ്പം ആ വിദ്യാർത്ഥിക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, 8 മാർക്ക് കൂടുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നോക്കിയോ, 50 മാർക്ക് എന്താണ് പബ്ലിക് എക്സാമിൽ വന്നാണ്. പക്ഷേ റീവാലുവേഷൻ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, 60 മാർക്കായി. ആ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്തു, ആ വിദ്യാർത്ഥി പ്രതീക്ഷിച്ച മാർക്ക് 10 മാർക്ക് കിട്ടി. അപ്പോൾ തീർച്ചയായും ആ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യും, അടച്ച പൈസ റീഫണ്ട് എന്തായാലും കിട്ടും. കാരണം 8 മാർക്ക് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റീഫണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ കൊടുക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണിത്, ജയിക്കാൻ പറ്റും. അതായത് 24 മാർക്കാണല്ലോ പാസ് എന്ന് പറയുന്നത്, 24 മാർക്കാണ് പാസ്. അപ്പോൾ 20 ഉണ്ട്. 24 മാർക്ക് പാസ് മാർക്ക് ആകുമ്പം 24 പാസ്സാണ്, 20 ഇപ്പോൾ ഉണ്ട് നിലവിൽ. റീവാലുവേഷൻ കൊടുത്താൽ 4 മാർക്ക് കൂടുമോ? റീവാലുവേഷനിൽ 4 മാർക്ക് കൂടുമോ? അതായത് അങ്ങനെ ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്നെങ്കിൽ കൊടുത്തു നോക്കുക, ഒന്നെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഞാൻ എഴുതിയത് വെച്ച് എന്ത് ചെയ്യണം, എനിക്ക് ജയിക്കാനുള്ള മാർക്കിൻ്റെ ഉണ്ട്. പേപ്പർ നോക്കി റിസൾട്ട് വന്നപ്പം എന്ത് ചെയ്തു, മാർക്ക് കുറഞ്ഞു പോയി, ഞാൻ വിചാരിച്ച മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് 100% ഷുവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, റിവാലുവേഷൻ കൊടുത്തോ, പ്രശ്നമില്ല. കാരണം എന്താണ്, മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ റീവാലുവേഷൻ കൊടുക്കാം. കാരണം എന്താണ്, 8 മാർക്ക് കൂടിയാലേ റീഫണ്ട് കിട്ടുള്ളൂ, അതൊക്കെ. പക്ഷേ നമ്മൾ എഴുതിയ മാർക്ക് എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണ്ടേ. നമ്മൾ എഴുതിയ മാർക്ക് ഉണ്ട്, ഒന്നുമില്ലും വെറുതെ എഴുതുന്നല്ലോ, കഷ്ടപ്പെട്ട് പഠിച്ചിരുന്ന് എഴുതിയതല്ലേ. അപ്പം നമ്മുടെ കൺമുമ്പിക്കൂടെ ആ മാർക്ക് പേപ്പറിൽ എഴുതിയ മാർക്ക് കൺമുമ്പിക്കൂടെ പോകുന്നത് നമുക്ക് അത്ര വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പം കൂടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ 100% എന്ത് ചെയ്തോ, കൊടുത്തോ.
ഞാൻ ആദ്യം പറഞ്ഞ പോലെ 60 മാർക്ക് പ്രതീക്ഷിച്ച ഒരു വിദ്യാർത്ഥിക്ക് 50 മാർക്ക് കിട്ടി. ആ വിദ്യാർത്ഥി ഷുവറായിട്ടും പറയുകയാണ് എനിക്കെന്താണ് 60 മാർക്ക് കിട്ടേണ്ടതാണ്, റീവാലുവേഷൻ കൊടുത്തു 60 കിട്ടി. ഇനി 58 കിട്ടിയുള്ളൂ, എന്നാലും 8 മാർക്ക് കൂടി നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും തീർച്ചയാണ്. ഇനിയിപ്പം 2-3 മാർക്കേ കൂടിയുള്ളൂ, 2-3 മാർക്കേ കൂടിയുള്ളൂ, പക്ഷേ റീഫണ്ട് കിട്ടിയാലെന്നേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യും, നിങ്ങളുടെ ഗ്രേഡ് കൂടും. അതായത് എന്താണ്, ഇപ്പോൾ നിങ്ങൾക്കൊരു 5 മാർക്ക് കൂടി എന്ന് വിചാരിച്ചു, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 60% ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു 61% ഒക്കെ ചിലപ്പോൾ ആവും. ചിലപ്പോൾ അതിൽ 60 പോയിൻറ്റ് സംതിങ് ആയിരുന്നു, അതിലൊരു പെർസെൻറ്റേജിൽ വർധനമുണ്ടാവും എന്തായാലും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് പൈസ തിരിച്ച് കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉള്ളൂ, നഷ്ടമില്ല. കാരണം നിങ്ങളുടെ ഗ്രേഡാണ് അവിടെ കൂടുന്നത്. കാരണം നിങ്ങൾ അടുത്ത വർഷം +2 കഴിയും, അപ്പോൾ ഡിഗ്രി പോലുള്ള അഡ്മിഷനൊക്കെ ഗ്രേഡാണ് വേണ്ടത്. കാരണം മാക്സിമം ഗവൺമെൻറ് കോളേജിലൊക്കെ നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കണമെങ്കിൽ എന്താണ് 80 മേലെ പെർസെൻറ്റേജ് വേണം, 80, 85, 90 വേണം. അപ്പം നിങ്ങൾക്ക് ഗ്രേഡ് കൂടേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഗവൺമെൻറ് കോളേജിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് വളരെ നിർബന്ധമാണ് ഗവൺമെൻറ് കോളേജിൽ. ജനറൽ കാറ്റഗറിയൊക്കെയാണ് പിന്നെ പറയുകയും വേണ്ട, ജനറൽ കാറ്റഗറിയൊക്കെയാണ് പിന്നെ പറയുകയും വേണ്ട. ഒരു എന്താണ് പിന്നെ ഒരാനുകൂല്യം ഉണ്ടാവില്ല, പിന്നെ മാർക്ക് മാത്രമേ കാണുള്ളൂ ജനറൽ കാറ്റഗറിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ പഠിച്ചെടുക്കുക മാത്രമേ ആവശ്യമുള്ളൂ. ജനറൽ കാറ്റഗറിക്കൊന്നും ഒരു മുൻഗണനയില്ല, നിങ്ങൾ പഠിച്ച മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് പറ്റുക. അത് 80-ൽ 100-ൽ എത്രയാണ്, 1200 ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ടോട്ടൽ 1200. 1200-ൽ എത്ര കിട്ടി നിങ്ങൾക്ക്, 1200-ൽ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് നോക്കും, എത്ര കിട്ടിയെന്നാണ് നോക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ഗവൺമെൻറ് അഡ്മിഷൻ തീരുമാനിക്കുന്നത് ഡിഗ്രി പോലുള്ള കോളേജുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം. ഇനിയിപ്പം എന്താണ്, അതായത് ഇപ്പം 1-2 മാർക്കിനൊക്കെ ഇപ്പം നിങ്ങൾ ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ 24 മാർക്ക് വേണ്ടെടുത്ത്, ഇപ്പം 24 മാർക്ക് വേണ്ടെടുത്ത് ഒരു 22, 21 ഒക്കെ കിട്ടിയുള്ളെങ്കിൽ പ്രിയ വിദ്യാർത്ഥി നിങ്ങൾ എന്ത് ചെയ്തോളൂ, റീവാലുവേഷൻ കൊടുത്തോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് കൂടിയേക്കാം. കാരണം എന്താണ്, ഇപ്പോൾ 22 മാർക്കുള്ള ഒരു വിദ്യാർത്ഥിക്ക് 2 മാർക്കിനാണ് ആ വിദ്യാർത്ഥി ഫെയിലായി പോയത്. നിങ്ങൾ എന്ത് ചെയ്തോ, റീവാലുവേഷൻ എന്തായാലും കൊടുത്തോ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു 90% നിങ്ങൾക്ക് ഇത് 24 ആകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ത് ചെയ്യും, പേപ്പർ നോക്കുന്ന അധ്യാപകനെ ഈ വിദ്യാർത്ഥി എങ്ങനെയും ഒന്ന് ജയിച്ചു പൊക്കോട്ടെ, എവിടെയെങ്കിലും 1/2 മാർക്കോ 1 മാർക്കോ കിട്ട്, ഞാൻ പല വീഡിയോയിലും പണ്ട് തൊട്ടേ പറഞ്ഞാണ്, എവിടെയെങ്കിലും 1/2 മാർക്കോ 1 മാർക്കോ കിട്ട് എന്ത് ചെയ്യും, എങ്ങനെയും എന്ത് ചെയ്യും, ഒന്ന് ജയിപ്പിക്കുക, 1/2 മാർക്ക് 1 മാർക്ക് എന്നിട്ട് എങ്ങനെയുമൊക്കെ എന്ത് ചെയ്യും, നിങ്ങളെ പാസ്സാക്കി എടുക്കാൻ അവർ നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് ഉറപ്പുള്ളവർ മാത്രമല്ല, എന്താണ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഫെയിലായവരും തീർച്ചയായും റീവാലുവേഷൻ കൊടുത്തോ. നിങ്ങളെന്താണ് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ നോക്കിയിരിക്കേണ്ടത്, അതെപ്പോഴാണ് മാർച്ചിലെങ്ങാണ്ടാണ് വരുന്നത്. അതിനെ അറിയിപ്പ് മാറുമെന്നൊന്നും അറിയത്തില്ല. കാരണം അത് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നിങ്ങൾ നോക്കേണ്ട, എന്താണ് അത് നിങ്ങൾക്കൊരു പാരയാണ്. കാരണം മാർച്ചിൽ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ +2-ൻ്റെ അതേ സമയത്ത് ആ പരീക്ഷകൾ നടക്കുന്ന അതേ മണിക്കൂറുകളിൽ തന്നെയാണ് നിങ്ങളുടെ എന്താണ് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നടക്കുന്നത്. അത് നിങ്ങൾക്ക് വളരെ ഒരു ബുദ്ധിമുട്ടാകും. പക്ഷേ ഇപ്പോഴേ ജയിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ +2-ൻ്റെ കാര്യം നോക്കിയാൽ മതി. അതായത് ജയിച്ചാൽ മാത്രം മതി എന്നൊരു നിർബന്ധമുള്ള വിദ്യാർത്ഥി. കാരണം 22 മാർക്ക് കിട്ടി, അല്ലെങ്കിൽ 21, 20 ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്തോ, റീവാലുവേഷൻ കൊടുത്തോ. ചിലപ്പോൾ നിങ്ങൾക്ക് 4 മാർക്ക് കൂടിയേക്കാം. എല്ലാം നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും, എല്ലാം നിങ്ങളുടെ ഭാഗ്യവും പിന്നെ ആദ്യം ദൈവാനുഗ്രഹവും പിന്നെ എന്തെങ്കിലും ഭാഗ്യമൊക്കെ പോലെ ഇരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ദൈവാനുഗ്രഹം കൊണ്ടൊക്കെ കൂടിയാലോ, പറയാൻ പറ്റിയല്ലോ, ദൈവാനുഗ്രഹം കൊണ്ടൊക്കെ കൂടിയോ. മാക്സിമം പ്രാർത്ഥിച്ചുകൊള്ളുക, നല്ല കോൺഫിഡൻസ് ആയിട്ടിരുന്നോളുക. ആദ്യം പ്രാർത്ഥിക്കുക, മാക്സിമം കോൺഫിഡൻസ് ആയിട്ടിരിക്കുക, പിന്നെ റിലാക്സ് ആയിട്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 4 മാർക്കോ 2 മാർക്കോ 3 മാർക്കോ ഒക്കെ കുറവാണെങ്കിൽ എന്ത് ചെയ്തോളുക, തീർച്ചയായും റീവാലുവേഷൻ അറ്റൻഡ് ചെയ്തോളുക. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങളുടെ ഗ്രേഡിൽ മാറ്റമുണ്ടാകും. അങ്ങനെ മാറ്റമുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മാത്രമാണ്, നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതാതെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ആലോചിച്ച് കണ്ടൊക്കെ ചെയ്തോളുക. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, റീവാലുവേഷൻ കൊടുക്കുക. റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കൂടുമോ, കൂടാൻ ചാൻസ് ഉണ്ട്. പോകുന്നതിന് മുമ്പ് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. റീവാലുവേഷൻ കൊടുക്കുമ്പോൾ മാർക്ക് കുറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതായത് റീവാലുവേഷൻ കൊടുക്കുമ്പം മാർക്ക് കുറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടിയ മാർക്കായിരിക്കും പരിഗണിക്കുക.
ഏത് മാർക്കാണോ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത് ആ കൂടിയ മാർക്ക് എന്ത് ചെയ്യും എന്തായാലും പരിഗണിക്കും. അതായത് റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് 50ആണ്. റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ 45. ജസ്റ്റ് ഒരു റിസൾട്ടിന് വേണ്ടി മാത്രമാണ് 45 എന്ന് കാണിക്കുള്ളൂ. കാരണം റീവാലുവേഷനിൽ വന്ന മാർക്കാണത്. കാരണം രണ്ടാമതൊരു അധ്യാപനം നോക്കിയപ്പോൾ 5 മാർക്ക് നിങ്ങൾക്ക് കുറവാണ്. പക്ഷേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്ത് ചെയ്യില്ല, 45 വരില്ല. കാരണം 50 വരുള്ളൂ. കാരണം കൂടിയ മാർക്ക് പരിഗണിക്കും. പക്ഷേ അവിടെ റീഫണ്ട് ഒന്നുമില്ല. ഇതാണ് കുറഞ്ഞാൽ സംഭവിക്കുക. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 4ആണ്. കാത്തിരിക്കാൻ പറ്റും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. പുതിയൊരു വീഡിയോ കാണാം. ഇസ്മീസ് കറിയ, ദ ബെസ്റ്റ് കരിയർ ഗൈഡൻറ്റ്. ബൈ.